നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതേ കുരുവിക്കൂട് ഓംലെറ്റ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടറാണ് ഉപയോഗിക്കണേ. ബട്ടർ ഇട്ടു, എന്നിട്ടായിരിക്കും നമ്മൾ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് ക്യാബേജും. എരിവ് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. നമുക്കധികം എരിവൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടാ, ഇതിപ്പോൾ അതേപോലെ എന്ത് രസമായി കാണാൻ നോക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളിത് എന്തായിട്ടാ, നമ്മളൊരു 3 ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കണ്ട ഇതേമാതിരി 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ നടുവിൽ ഓരോ കുഴിയും കുഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേമാതിരി ഡിവൈഡ് ചെയ്തു. അതിൻ്റെ നടുവിൽ നമ്മൾ ഓരോ കുഴി കുഴിക്കണം അല്ലേ? എന്തിനാ കുഴി കുഴിക്കുക അറിയല്ലേ? എന്തിനാണ്? നമ്മളിത് കുറച്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നടുവിൽ ഒക്കെ ഓരോ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ആ ഉണ്ണി പൊട്ടാതെ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ രസം കേട്ടോ കാണാൻ. പക്ഷെ നമ്മളിതിൽ ഒഴിച്ചപ്പോൾ ഒരു ഉണ്ണി പൊട്ടിപ്പോയി, സാറില്ല. അപ്പോൾ നമ്മളിതൊക്കെ റെഡിയായി. ഇനി നമ്മളെന്താ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ കുറച്ച് എരിവിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. കേട്ടോ, ഉപ്പൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല ഇനി, കാരണം പച്ചക്കറിക്കുള്ള ഓൾറെഡി അതിൽ ഉപ്പുണ്ട്. മുട്ടയ്ക്കുള്ള ഉപ്പ് നമ്മളുടെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓരോ വെള്ളത്തിലിട്ട് കുതിർത്തിയ വാൾനട്ടാണ് കേട്ടോ, അതും കൂടെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. അയവ. ഇനി നമ്മളെ ഉപ്പിനുള്ള സാധനം എന്താണ്? നമ്മുടെ സ്ലൈസ്ഡ് ചീസ്. അതിൽ ഉപ്പുള്ള ചീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ അതിൽ ഉപ്പ് ശരിയായിക്കോളും. നമ്മളിത് 3 ഇതിൻ്റെ മുകളിലും സ്ലൈസ്ഡ് ചീസ് വെച്ചു. നമ്മൾ ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടോ, അത് മുഴുവൻ ഇങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ടാവും. മുട്ടയും വെന്തു കണ്ടോ. നമ്മൾ അടിപൊളിയായി നമ്മുടെ കുരുവിക്കൂട് ഓംലെറ്റ് റെഡിയായി. അയവ, എന്ത് രസമാണ് കാണാൻ നോക്കി. അപ്പോൾ നമ്മൾ ഈ രാവിലെ ജിമ്മൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഈ 2 കഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ് വേണ്ട. അപ്പം ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു. എനിക്ക് 2 ഓംലെറ്റ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കാം അല്ലേ? നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉപ്പ്, ആ ചീസിൻ്റെ ടേസ്റ്റും ഈ പച്ചക്കറിയും മുട്ടയും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടി കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് നല്ലൊരു ഫുഡും കൂടെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് 2 മുട്ടയും ഈ ചീസും കുറച്ച് പച്ചക്കറിയും ഒരു വാൾനട്ടും കൂടി ആകുമ്പോൾ സൂപ്പർ. ഓക്കെ, അപ്പോൾ താങ്ക് യു.